പഴയ വീട്ടിൽ വിട്ടിട്ട്. അയ്യോ അതല്ല, വിട്ടിട്ട് വന്നതല്ല. ഗോവിന്ദന് ഇല്ല ഞാൻ പറയാം. ഗോവിന്ദൻ ഇരിക്കുന്നു അല്ലേ, ഗോവിന്ദന് ഒരു സ്ട്രൈക്ക്. ഓക്കെ, ഞങ്ങള് ഫസ്റ്റ് സാലിഗ്രാമം എന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. ഗോവിന്ദന് സാലിഗ്രാമം മൊത്തം കാണാപ്പാടാ. ഏത് വീട്ടിൽ പോയാ എന്ന് കിട്ടും. കുറെ ലവേഴ്സ് ഉണ്ട് അവന്, മെയിൻ കുറെ ലവേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ഹൻസിക തന്നെ അപ്പുറത്തെ സലീം സാറിന്റെ വീട്ടിലെ പൂച്ചയാണ്. പക്ഷെ അതും എന്റെ ഫ്രണ്ടിലാണ് വളരുന്നത്. ഹൻസിക പൂനെ എപ്പോ പാര ഹൻസിക ഉമ്മോച്ചുകൊണ്ട് നടക്കും. ഹൻസിക പൂച്ച കുട്ടി വന്നോണ്ടേ ഇരിക്കും. അപ്പൊ ഹൻസിക ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു റോജാക്കുട്ടി ഉണ്ട്, റോജാക്കുട്ടി പൂനക്കുട്ടി. അപ്പൊ ഹൻസിക, ഗോവിന്ദൻ, റോജാക്കുട്ടി ഒരു ഫാമിലി ആയിട്ട് അവിടെ കഴിയുവാണ്. അപ്പൊ ഞാൻ ഇവനെ എടുത്തോണ്ട് വരാൻ, അവൻ മറ്റേ ആ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് വാങ്ങി. ആ ബാഗിൽ അവൻ ഇട്ടും അവൻ ഹാർട്ട് ഇതായി. എന്നുവെച്ചാൽ പൂച്ചകൾക്ക് ആർക്കും അത് കേട്ടിന് ഇഷ്ടമല്ല. അവന് ഇതുവരെ ഇപ്പൊ അവന് 4.25 വയസ്സായി. അതായത് നമ്മുടെ ഇതനുസരിച്ച് പൂച്ചയ്ക്ക് 4.25 ആയെങ്കിൽ 38 വയസ്സായി. അപ്പൊ 4.25 വയസ്സെന്നുള്ള 38 വയസ്സാണ്. അങ്ങനെ അതങ്ങനെ ഇത് പൂച്ചയ്ക്ക് അങ്ങനെയാണെന്ന് പറയാം. എന്നിട്ട് ഇവനെ അപ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഇവനെ വല്ല മയക്കുവെടിയും വെച്ച് മയക്കി കിടത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പൊ പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആവുമെന്ന്. കാരണം ഇത് അവൻ മറ്റേത് ഞങ്ങളുടെ വീടെന്ന് അവന്റെ ടെറിട്ടറി, അവൻ ഇപ്പൊ അവിടെ വീട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഒരാള് പോയി അവന് ഫുഡ് ഇട്ട്, ബാക്കി ഫുഡ് അവിടെ വച്ച്, ഡ്രൈ ഫുഡ്, വെറ്റ് ഫുഡ് ഉണ്ട്, ഈ ചിക്കൻ ഇതുണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്ത് അടുത്ത പക്കത്തിലൊരു മാമിയുണ്ട്. ആ മാമി പാലും ഇഡലിയും തൈര് സാദവും കൊടുക്കും. പിന്നെ എതിരകത്തൊരു മാമിയുണ്ട്. ആ മാമി അവിടെയുള്ള എന്തെങ്കിലും വല്ല വെജിറ്റേറിയനാ മാക്സിമം. അവന് മറ്റേ എലിയെ പിടിക്കാനോ ഇത് പിടിക്കാനോ ഒന്നും ഉള്ള കഴിവില്ല. കഴിവ് ഞങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അവൻ ചോദിക്കുമ്പോഴെല്ലാം ഫുഡ് കൊടുത്ത ആള് കുണ്ടനായി. ബട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് കണ്ടില്ല. അവൻ വേറെ ഏതൊക്കെ, അതും ഇതിലൊക്കെ രസം, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അടുത്ത വീട്ടിലൊരു വേറൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലെ അവര് പാട്ട് പാടും. ഇവന് ഈ ജനലിൽ കൂടെ ഇവൻ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ അവിടെയാണ് ഉറങ്ങുന്നത് പുള്ളി. പക്ഷെ രാത്രി മാത്രം അവന്റെ ലീലാവിലാസ, ഇവൻ ഉറങ്ങുകയല്ല, രാവിലെ മുഴുവൻ ഉറങ്ങും. അപ്പം രാത്രിയില് ജനൽ അവന് കയറി വരണം തോന്നിയ വരട്ടെ എന്ന് വെച്ചാൽ ഒരു ജനൽ എപ്പോഴും തുറന്നായിരിക്കണേ. രാത്രി ഈ പൂച്ച അടുത്ത് കുറേ പൂച്ചകൾ വരും, അവരെയൊക്കെ വിരട്ടലും പരിപാടിയൊക്കെ രാത്രി. അതുകൊണ്ട് അവൻ വെളിയിലാണ്. അപ്പോൾ ഇവൻ ഈ ജനലിൽ കൂടെ ഞങ്ങളുടെ പാട്ട് രാവിലെ 7:30 ഞാൻ ക്ലാസ് തുടങ്ങും. അപ്പം കേൾക്കും. ഇപ്പോൾ അതും കർണാട്ടിക് മ്യൂസിക് സ്വരം കേട്ടാൽ ആ വീട്ടിലെല്ലാം പോവും. ഇവന് ദൂരേന്ന് കേൾക്കും. ഏതൊക്കെ വീട്ടില് ഇപ്പൊ ഒരു വർണ്ണമാ പാടുന്നതെന്ന് വെച്ചോ, ഗാഗരി ഗരി സരിഗാഗ പതത സരിഗാഗ ഗട പകരിഗാഗ സദ, ഇത് ഇങ്ങനത്തെ കേൾക്കുന്ന വീട്ടിലൊക്കെ ഇവൻ പോവും. അത് അവരാ പറഞ്ഞ ഞങ്ങൾ ഇവിടെ. അപ്പൊ അവൻ ഇവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതുപോലെ നല്ല രാഗം ഒക്കെ, രാഗം പാടിയ മനുഷ്യരേ ഇരിക്കുകയില്ല. ഇവന് രാഗം എത്ര പാടിയാലും. റീസെന്റ് ആയിട്ട് ഞാൻ ഈ മഴ ഫ്ലഡ് വന്ന നേരം ഒരു 16 പാട്ടെങ്കിലും പാടിക്കൊടുത്തു. അതിന്റെ ക്ലിപ്പിംഗ്സ് ഉണ്ട് എൻ്റെ കയ്യില്. അവസാനം ഉണ്ണി വാവാവോ അങ്ങനത്തെ എല്ലാം പാടി. അതെ അവന് അതേ ഒരു ടോണിൽ തിരിച്ച് നമ്മള് ഇപ്പൊ സാപ്പ സരിഗമ പതിനിസ എല്ലാം ഈ ക്യാമറ ഓൺ ആക്കാതെ പറഞ്ഞ അവൻ അതേപോലെ ഇങ്ങനെ തട്ടായിട്ട് പാടുമോ. ഇപ്പൊ അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. മോന്റെ കാര്യം, മോനും ഡാൻസർ, കൊറിയോക്കെ ചെയ്യും. ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. എഞ്ചിനീയർ ആണ് അല്ലേ? അതെ അവനെ അറിയാം, എഞ്ചിനീയർ, ബിടെക് കഴിഞ്ഞു. അല്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എഞ്ചിനീയർ എന്ന് വിളിക്കാൻ. അവ ഒരു ബയോടെക്നോളജി. അത് തന്നെ ബിടെക് വേറെ, ബയോടെക്നോളജി വേറെ. ആര് പറഞ്ഞു? അമ്മാനെ അറിയില്ലേ? അവ എന്ത് പഠിച്ചു അമ്മാനെ അറിയില്ലേ? അതാണ് ബിടെക്. സുന്ദരി എന്നടാ പഠിച്ചേ? ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ ബിടെക് ആണ് കഴിഞ്ഞത്. ഇത്രയും എനിക്ക് അറിയുള്ളൂ. ഇനി അതിന്റെ സബ്ജക്ട് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അതെ, ബിടെക് കഴിഞ്ഞു. ഹലോ, டேய் நீ என்னடா படிச்ச? நீ என்ஜினியரா என்னது? പുരില്ല. എടാ, ഞാൻ നീ ബിടെക് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഈ ശിവാംഗി പറയാ
അവൻ ബയോടെക്നോളജിയാ കഴിഞ്ഞെന്ന്. നീ ബിടെക് അല്ലേ കഴിഞ്ഞേ? ഇവര് കേട്ടോണ്ടിരിക്കുക. ഇവിടെ വന്ന ഇന്റർവ്യൂവിന് വന്ന ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്, അപ്പൊ നീ എഞ്ചിനീയർ ഇല്ല തന്നെ? നീ എഞ്ചിനീയർ ഇല്ല തന്നെ? അപ്പൊ നീ എന്നതാ, നീ യാർതാ? അപ്പൊ നിനക്ക് സ്വന്തം ബ്രദറിന്റെ കാര്യം എനിക്കാണോ നിനക്കാണോ അറിയാൻ? പിന്നെ നീ എന്നെ വിചാരിച്ചോ, നീ ഏത് കോത്താഴത്തിലാടി ഇരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ ചോദിക്കണോ? അറിയാൻ പാടില്ലാത്ത കാര്യം പറയരുത്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഞാനല്ലേ എന്നെ പഠിക്കാൻ വിട്ടത്. അങ്ങനെയൊന്നും അവൻ പറയാറില്ല. അവൻ ഇപ്പൊ പറഞ്ഞത് എങ്ങനെയാണ്? ശാസ്ത്ര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എഞ്ചിനീയറിംഗ് കോളേജാണ്, മനസ്സിലായോ? അതിനുള്ളിൽ ലോ കോളേജ് ഉണ്ട്. അതെനിക്കറിയാൻ പാടില്ല. ശാസ്ത്ര അല്ലല്ലോ പഠിച്ചേ. ബിടെക് കഴിഞ്ഞത് എന്റെ പൊന്നെ, ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും അറിയാം. ശിവാംഗിക്ക് ഇനി എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എക്സ്ട്രാ വായ്പയില്ല ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഏതായിരിക്കും? നന്നായി. എന്റെ ഏത് പഠിച്ച? നീ എന്ത് കഴിഞ്ഞ? ഇപ്പൊ ഞാൻ ഒരാളോട് ശിവാംഗി ബികോം കഴിഞ്ഞു പറഞ്ഞാ അങ്ങനെ പറയൂ? നീ ബികോം കഴിഞ്ഞോണ്ടല്ലോ ഞാൻ ബികോം കഴിഞ്ഞത്. ബികോം ഓണേഴ്സ്. അപ്പൊ സുന്ദർ പറയോ അവള് ബികോമോ എന്ന് പറയുവോ? പറഞ്ഞ നിനക്ക് എങ്ങനെ ഇരിക്കും? എനിക്ക് ഹാർട്ടായി. ഞങ്ങൾക്ക് അറിയില്ല. അമ്മമാരെയോ മകന്മാരെയോ എപ്പോമേ എന്നടാ ഇത്? ഇവളുടെ അടുത്ത് ഓൾറെഡി ഞാൻ ഇച്ചിരി ചണ്ടയായിരുന്നു, ജഗട, ക്യൂട്ട് ഫൈറ്റ്. ഇവള് റീസെന്റ് ആയിട്ട് സിംഗപ്പൂർ ബാലിയിൽ മേളിക്കാൻ പോയി. മേളിക്കാൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് 5 ഫ്രണ്ട്സുമായിട്ട് അടിച്ചു വിളിക്കാൻ, 5 ഫ്രണ്ട്സുമായിട്ട്, ഗേൾ ഫ്രണ്ട്സ് അല്ല. പോയി നമ്മളെ കൊണ്ടുപോയില്ല. ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. നോക്കിയാ അതില് 2 ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ട്. അമ്മമാര് ചെറിയ വയസ്സ് തൊട്ടേ ഫ്രണ്ട്സ്. ഈ അമ്മ ഇരിക്കുന്നുല്ലേ, അമ്മ വന്ന് ഏത് അമ്മമാരുടെ കൂടെ ഫ്രണ്ട്സ് ആവൂല. ഇൻ ദ മീൻ ടൈം കറക്റ്റ് ഇവൾ എന്തൊക്കെയാ അമ്മമാരുടെ കൂടെ ഫ്രണ്ട്സ് ആവൂല. പക്ഷെ അമ്മ വന്ന് അമ്മനെ വന്ന് നമ്മുടെ കൂടെ വെള്ളം വരണമെന്ന് ആഗ്രഹമായിരിക്കും. അങ്ങനെയാ ആ അമ്മമാര് നമ്മുടെ കൂടെ വന്നില്ല. എന്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അമ്മ ഞാൻ എങ്ങനെ കുടിച്ചു പോകാൻ പറ്റും? അപ്പൊ അമ്മയുടെ കൂടെ പോയാ അതൊന്ന് ഗേൾസ് ട്രിപ്പ്. അവരുടെ അമ്മമാര് വന്നത് പേടിയുണ്ട്, ഒരു മാതിരി ഗാർഡിയൻ മാതിരി വന്ന്. ഓൾസോ ആ 2 അമ്മമാരും ചെറിയ വയസ്സോട്ടെ ഫ്രണ്ട്സാ. അപ്പൊ അമ്മ ആ ട്രിപ്പിന് വന്നെങ്കിൽ എന്താ പ്രോബ്ലം? വന്നെങ്കിൽ അമ്മ നമ്മുടെ കൂടെ കൂട്ടിപ്പോയിരിക്കുന്ന കൂട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഒരു മുറിയിലിരുന്ന് കരഞ്ഞിരിക്കും. എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെന്ന്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഇത്രയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലിപ്പോ എന്ത്?